ഇന്നെന്താ ഉണ്ടാക്കുന്നതെന്നുള്ള സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയോ? അത് തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, അപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുറേ ദിവസമായി വീഡിയോസ് ഇങ്ങനെ നമ്മുടെ കണ്ണുമുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട് മാമ്പഴ പുളിശ്ശേരിയുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിൽ കൊതിയുണ്ടെങ്കിലും നാടൻ മാങ്ങ കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അയൽക്കാർ നമുക്ക് കുറച്ച് നാടൻ മാങ്ങ തന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരുങ്ങിയത്. അപ്പം ഞാനിവിടെ ഒരു 7 നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാടൻ മാങ്ങയാണ് ഇതിന് ബെസ്റ്റ്. ചെറിയ മാങ്ങ ഉണ്ടല്ലോ, അതാണ് ഇതിന് ബെസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ വേറെ മാങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് കളയുക കേട്ടോ. അങ്ങനെ 7ത്തിൻ്റെയും തൊലി ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. അപ്പം മധുരമുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവട്ടെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണിത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ശർക്കര പാനി ഉള്ളതുകൊണ്ട് ഞാനതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഞരടി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞരടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചൊരു ലൂസിൽ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരുവത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വിറകടുപ്പിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു സമയം ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ നമുക്കത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ഞാൻ അത്യാവശ്യം വെള്ളം ആദ്യം തന്നെ 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒഴിച്ച് കറി രീതിയിലാണ് നമുക്കിത് കിട്ടുക. മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുത്തില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് ഇതിലേക്ക് ഇടന്നിട്ട് വെന്ത് വരണം. ആ രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് തൈരാണ്. തൈര് ചേർത്ത ശേഷം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ ഇത് മൺചട്ടിയാണല്ലോ, മൺചട്ടിയിൽ കിടന്നിട്ട് തന്നെ വീണ്ടും വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കണം. ഞാനിവിടെ 1/2 കപ്പ് തൈരാട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവരിക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തേങ്ങ തിളച്ച ആ ഒരു ഇതിലേക്ക് ഇത് തേങ്ങ തിളച്ചതിന് ശേഷം കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. തൈര് ചേർത്ത ശേഷം ഉപ്പ് വേണമെന്നുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കണം. വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വേണം വറവിട്ടെടുക്കാൻ വേണ്ടി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുകൊക്കെ ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുള്ളൂ കേട്ടോ. മധുരക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്